Hi friends, welcome back TechMore Solutions. ഞാൻ ഷഫീഖ് പട്ടാമ്പി. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹുവായിൻ്റെ ഏറ്റവും പുതിയ മോഡലായ നോവ 7 കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഈ മൊബൈലിനെ കുറിച്ച് ഇതിൻ്റെ ഒരു അൺബോക്സിങ്, എൻ്റെ കയ്യിൽ ബോക്സ് ആണുള്ളത്, ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ, ഈ ഫോണിനെ കുറിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഹുവായി നോവ 7 5G മൊബൈലിൻ്റെ ബോക്സ് വരുന്നത് 3 കളർ വേരിയേഷനിലാണ് ഈ മൊബൈൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്പേസ് സിൽവർ, മിഡ് സമ്മർ ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്പേസ് സിൽവർ എന്ന കളറാണ്. ഇതിൽ 8GB റാമോട് കൂടി 256GB സ്റ്റോറേജാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താണ് അതിനകത്തുള്ള അക്സസറീസ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് മൊബൈൽ ഫോണാണ്. ഓക്കെ, നമുക്ക് മൊബൈൽ ഫോണൊന്നും കൂടെ ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് അതിനകത്തുള്ള അക്സസറീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ കാണുന്ന ബോക്സിനകത്ത് ഒരു നല്ലൊരു സിലിക്കോൺ പോച്ചാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും ഇങ്ങനൊരു സിലിക്കോൺ പോച്ച് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളാണ് അതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് ഒരു 40 വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ്, ഫാസ്റ്റ് അഡാപ്റ്ററാണ്. ബോക്സിനകത്തുള്ളത് ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജ് കേബിളാണ്, സി ടൈപ്പ് ചാർജ് കേബിള്. പിന്നെ വരുന്നത് ഹെഡ്സെറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ഹെഡ്സെറ്റ് കണക്ടർ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോർമൽ ഹെഡ്സെറ്റ് സപ്പോർട്ടാവില്ല, അപ്പോൾ അതിന് പകരം നമ്മൾ സി ടൈപ്പ് കണക്ടർ വെച്ചിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഡിസൈൻ നോക്കുകയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായൊരു ഡിസൈൻ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് കമ്പനി. ബാക്ക് സൈഡിലായിട്ട് നോവ എന്ന് ഒരു വെറൈറ്റി ഡിസൈനിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറ വരുന്നത്, കോഡ് ക്യാമറയാണ്. പിന്നെ 8 മെഗാപിക്സൽ ടെലിഫോട്ടോയിൻ്റെ ലെൻസ് വരുന്നുണ്ട്, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, പിന്നെ 2 മെഗാപിക്സൽ മാക്രോ ലെൻസ്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സി ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ തന്നെയാണ് സിം ട്രേ ഉള്ളത്, പിന്നെ ഒരു വോയിസ് ക്യാൻസലേഷൻ മൈക്ക്, പിന്നെ സ്റ്റീരിയോ സ്പീക്കർ ബാക്ക് സൈഡിലാണുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് അതിൻ്റെ പവർ ബട്ടണും വോളിയം അപ്പ് ഡൗൺ കീയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാര്യമായിട്ടില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സൽ ക്യാമറയാണ്, 4K റെക്കോർഡിംഗ് ക്യാമറ ആയിട്ട് വരുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇയർ ലെൻസ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വോയിസ് ക്യാൻസലേഷൻ മൈക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ തികച്ചും ഒരു പ്രത്യേകതരം ഡിസൈൻ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്, കമ്പനി മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.53 ഇഞ്ച് OLED ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2400 × 1080 പിക്സൽ റേറ്റ് ആണുള്ളത്.
ആൻഡ്രോയിഡ് 10 ബേസിലാണ്. ഫോണിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. ഏകദേശം ഫുൾ ചാർജ് 40 വാട്ട്സിൻ്റെ അഡാപ്റ്റർ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഫുൾ ചാർജ് ആവാൻ 1.5 മണിക്കൂർ മതിയാവും. ക്യാമറയുടെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം. ഏകദേശം വീഡിയോൻ്റെ ലെങ്ത് കൂടി പോകുന്നുണ്ട്. ക്യാമറ വരുന്നത് 64 MP ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ് വരുന്നത്. 3840x2160 പിക്സൽ റേഞ്ചിലാണ്. പിന്നെ ഡുവൽ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം. ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സവിശേഷതയാണ് ഫോണിൻ്റെ. പിന്നെ OLED ആയതുകൊണ്ട് ഡിസ്പ്ലേ ക്ലാരിറ്റി നമ്മൾ ഡയറക്റ്റ് നമ്മൾ കാഴ്ച കൊണ്ട് കാണുന്ന അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ക്ലാരിറ്റി വരുന്നത്. സിം ഇജക്ടർ പിന്നെ ഒന്ന് പ്രത്യേകം ഒരു ഡുവൽ നാനോ സിം സ്ലോട്ടാണുള്ളത്. പ്രൈമറി സിം വരുന്നത് 5G സിം കാർഡ് സപ്പോർട്ടഡും സെക്കൻഡറി സിം 4G സിം കാർഡ് സപ്പോർട്ടഡും ആണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.